ഹലോ പ്ലസ് ടു കോമേഴ്സ് ഫാമിലി. നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെയും അതേപോലെ മാക്രോ എക്കണോമിക്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് ഒറ്റ വീഡിയോയിൽ സെറ്റ് ആക്കിയല്ലോ. യെസ്, റെഡി അല്ലേ നിങ്ങളെല്ലാം? നമ്മുടെ ലൈവിലും അതേപോലെ ലൈവ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കമന്റ് ബോക്സിലും ഒക്കെ വന്ന് നിങ്ങൾ സ്ഥിരം ചോദിക്കുന്ന സംഭവമാണ്, മിസ്സേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസിന്റെ ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അങ്കിൽ പിടിച്ചോളൂ. മിസ് ആദ്യം മിസ്സിന്റെ പോർഷൻസ് കംപ്ലീറ്റ് സെറ്റ് ആക്കും. അതിനുശേഷം നമ്മുടെ വിഷ്ണു സാറ് വരുന്നതായിരിക്കും. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് എന്താ, നമ്മുടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാടും ഇല്ല. എന്താണ്, നമുക്കിവിടെ ഗുഡ് വണ്ണും ഗുഡ് ടു തന്നിട്ടുണ്ട്. ഗുഡ് വൺ നിങ്ങൾ നോക്കണ്ട. ഗുഡ് ടൂവിൽ എന്താണ്, ഗുഡ് ടൂവിൽ കൊടുത്തേക്കുന്ന ആ ഓരോ വാല്യൂസ് എന്താ, നിങ്ങൾ കുറച്ച് വരിക. ആദ്യത്തേന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യത്തേന്ന് പറയുമ്പോൾ നില്ലായിരിക്കും. അതിലെന്താണ്, ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, കാരണം എന്താണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ വേറെ ഒന്നും ഇല്ല അതിൻ്റെ മേലെയായിട്ട്. ഓക്കെ, പിന്നെ എന്താണ് അടുത്ത വരുമ്പോൾ നോക്കിയേ, 14 - 12 ചെയ്യുക, പിന്നെ 12 - 9 ചെയ്യുക, 9 - 5 ചെയ്യുക, 5 - 0 ചെയ്യുക. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ സെറ്റ് ആവുന്നതാണ്. അത്രയേ ഉള്ളൂ. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും അതേപോലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ട സംഭവം അത്രയേ ഉള്ളൂ. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇക്വേഷൻസ് ഈ ചാപ്റ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം. യെസ്, എന്താണ് നോക്കി, P1x1 + P2x2 ≤ M. ഇവിടെ ലെസ് ദാൻ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഈ ലെസ് ദാൻ എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, മിസ് അവിടെ അത് മായിച്ചിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്താണ് നമ്മുടെ ഇവിടെ പറഞ്ഞേക്കുന്നത്, നമുക്കിപ്പോൾ 1000 രൂപ നമ്മുടെ കൺസ്യൂമർ ബഡ്ജറ്റിൽ ഉണ്ടെങ്കിൽ 1000 രൂപ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യണോ? വേണ്ട. അല്ലാണ്ടുള്ള നമ്മുടെ കൺസ്യൂമറിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബണ്ടിൽസും കാണിക്കുന്നത് എവിടെയാണ്? ബഡ്ജറ്റ് സെറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് കൺസ്ട്രെയിനിലാണ് അല്ലേ. ചിലപ്പോൾ 1 മാർക്കിൽ നിങ്ങളോട് ചോദിക്കും, ഇതിനകത്ത് ഏതാണ് ബഡ്ജറ്റ് സെറ്റിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏതാണ്. ഓക്കെ, യെസ്. P1 എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈസ് ഓഫ് ഗുഡ് വൺ. X1 എന്ന് വെച്ചാൽ എന്താ, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ. P2 എന്ന് വെച്ചാൽ പ്രൈസ് ഓഫ് ഗുഡ് ടു. X2 എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ടു. M എന്ന് വെച്ചാൽ എന്താണ്, ഇൻകം ആണ്. ആൻഡ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ അറിയാലോ, ഈ സെയിം ബഡ്ജറ്റ് സെറ്റിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് പകരം നമ്മൾ എന്താ, ഈക്വൽ ടു മാത്രമാണുള്ളത്. P1x1 + P2x2 = M വരും. ആൻഡ് നമുക്കൊണ്ട് എന്താണ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എക്സ് ആക്സിൽ മുട്ടുന്ന ആ പോയിന്റിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്, ആ ഒരു പോയിന്റിൽ എന്താ, നമ്മുടെ ഇൻകം കംപ്ലീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഗുഡ് വൺ മാത്രമേ മേടിക്കുന്നുള്ളൂ. അതിൻ്റെ ഇക്വേഷൻ ആണ് എന്താ, M/P1, ദാറ്റ് ഈസ് ഇൻകം ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് ഗുഡ് വൺ എന്ന് പറയും. ആൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്താണ്, ബഡ്ജറ്റ് ലൈൻ വൈ ആക്സിസിൽ മുട്ടുന്ന പോയിന്റിനെയാണ് നമ്മളത് പറയുന്നത്. അതായത് ആ ഒരു പോയിന്റിൽ എന്താ, നമ്മുടെ ഇൻകം ഉപയോഗിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഗുഡ് ടു മാത്രമേ മേടിക്കത്തുള്ളൂ. M/P2 ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ, സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. -P1 / P2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ നമുക്ക് 4 മെത്തേഡ്സ് ആണുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് നമ്മുടെ എന്താ, പെർസെൻറ്റേജ് മെത്തേഡാണ്. ആ ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും. അതിൽ നിന്നാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഓക്കെ, പെർസെൻറ്റേജ് മെത്തേഡിലെ ഇക്വേഷൻ എന്താണ് മക്കളെ നോക്കിയേ, ΔQ / ΔP × P / Q. ΔQ എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എന്ന് വെച്ചാൽ ചേഞ്ച് ആണ്. അപ്പോൾ എന്താണ്, ΔQ കണ്ടുപിടിക്കാൻ എന്താ, Q1 - Q0 കണ്ടുപിടിച്ചാൽ മതി. ΔP കണ്ടുപിടിക്കാനോ P1 - P0 ചെയ്താൽ മതി, ഇൻറ്റു പ്രൈസ് / ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്താ, മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ്, നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി TUN - TUN - 1 നമ്മൾ നേരത്തെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ എന്താ, കുറച്ച് വന്നാൽ മാത്രം മതിയാവും. ഓക്കെ അല്ലേ. ആൻഡ് നമ്മുടെ 5th ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ എന്താണ്, നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, QD = QS അല്ലെ, മാർക്കറ്റ് ഡിമാൻഡ് = മാർക്കറ്റ് സപ്ലൈ. അതായത് എന്താ, നമുക്കിപ്പം 700 + P ഇങ്ങനെ ആയിരിക്കും. 700 + P തന്നിട്ടുണ്ട്, 200 + P തന്നിട്ടുണ്ട്. ഇതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്, 700 + P = 200 + P. ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ അല്ലേ. യെസ്. ആൻഡ് നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ മിസ് എടുക്കുന്ന പോർഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ഓപ്പൺ എക്കോണമി എന്ന ചാപ്റ്ററിലെ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ഓപ്പൺ എക്കോണമി മൾട്ടിപ്ലയർ നോക്കുകയാണെങ്കിൽ എന്താ, ΔQ / ΔA bar = 1 / 1 - C + M മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. M എന്ന് വെച്ചാൽ എന്താ, ഇമ്പോർട്ട് ആണ് അല്ലേ. ആൻഡ് ഇമ്പോർട്ട് മൾട്ടിപ്ലയർ നമ്മൾ കാണാനോ, -1 / 1 - C + M എന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ മിസ്സിൻ്റെ പോർഷൻസിലെ ഇക്വേഷൻസ് കഴിഞ്ഞു. ഇനി വിഷ്ണു സാറിൻ്റെ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് നോക്കാം. കോസ്റ്റിൻ്റെ ഇക്വേഷൻസ്, ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റൂടെ ആഡ് ചെയ്താണ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഒരു ഫേമിൻ്റെ വേരിയബിൾ കോസ്റ്റിൻ്റെ ടോട്ടലും ഫിക്സഡ് കോസ്റ്റിൻ്റെ ടോട്ടലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടുന്നു. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നു. ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് കിട്ടുന്നു. ഓർ ഇക്വേഷൻ ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്യുമ്പോഴും ആവറേജ് കോസ്റ്റ് കിട്ടുന്നു. ടോട്ടൽ കോസ്റ്റ് ഓഫ് n മൈനസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് n-1 ചെയ്ത് കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് കിട്ടുന്നു. ഇക്വേഷൻസ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6 ഇക്വേഷൻസ് ഉണ്ട്. ടോട്ടൽ കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ കൂടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്യുന്നു. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നു. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടുന്നു. ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് കിട്ടുന്നു. അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് കിട്ടുന്നു. ടോട്ടൽ കോസ്റ്റ് ഓഫ് n മൈനസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് n-1 ചെയ്യുമ്പോൾ മാർജിനൽ കോസ്റ്റ് കിട്ടുന്നു. ഓക്കെ, ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചെയ്യുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് കിട്ടുന്നു. TP ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചെയ്യുമ്പോൾ AP കിട്ടുന്നു. അതാണ് ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് കിട്ടുന്നു. ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് n-1 ചെയ്യുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് കിട്ടുന്നു. അടുത്ത ഇക്വേഷൻ നാലാമത്തെ ആപ്റ്റായ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിംഗ് എന്നുള്ള ഇക്വേഷൻസ് ആണ്. ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ടോട്ടൽ റവന്യൂവിനെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് റവന്യൂ കിട്ടുന്നു. TR ഡിവൈഡ് ബൈ Q ചെയ്യുമ്പോൾ ആവറേജ് റവന്യൂ കിട്ടുന്നു. ടോട്ടൽ റവന്യൂ ഓഫ് n-1 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? മാർജിനൽ റവന്യൂ കിട്ടുന്നു. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പ്രൈസിന് വരുന്ന ചേഞ്ച് എങ്ങനെ ക്വാണ്ടിറ്റി സപ്ലൈ അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ചെയ്താൽ മതി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലെ കുറച്ച് ഇക്വേഷൻസ് ആണ്. ഗ്രോസ് വാല്യൂ ഉള്ളതിനെ എങ്ങനെ നെറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും? എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഗ്രോസ് വാല്യൂ ഉള്ള ഒരു വസ്തുവിനെ, ഒരു പ്രൊഡക്റ്റിനെ എന്താണ് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ അത് നെറ്റ് വാല്യൂ ആക്കി. തിരിച്ചാണെങ്കിലോ നെറ്റ് വാല്യൂ ഉള്ളതിനെ ഗ്രോസ് വാല്യൂയിലേക്ക് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. നെറ്റ് വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റിനെ ഗ്രോസ് വാല്യൂയിലേക്ക് ആക്കാനായിട്ട് ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. ഗ്രോസ് വാല്യൂയിൽ നിന്ന് നെറ്റ് വാല്യൂയിലേക്ക് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. എക്സാമ്പിള് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് വാല്യൂ അല്ലേ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ അതെന്തായി? ഗ്രോസ് വാല്യൂ എന്താണ് ഡിപ്രീസിയേഷൻ കുറച്ചാൽ അത് നെറ്റ് ആയില്ലേ? NDP ആയി അല്ലേ? എന്തായി? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയി. തിരിച്ചാണെങ്കിലോ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയി. ഡൊമസ്റ്റിക്കിലുള്ള ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്താൽ അത് നാഷണൽ പ്രൊഡക്റ്റ് ആയി. തിരിച്ചാണെങ്കിലോ നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് ഡൊമസ്റ്റിക് ആക്കാനായിട്ട് അപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറയ്ക്കണം. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറയ്ക്കണം. GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ് അല്ലേ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. അതിൽ നിന്ന് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറച്ച് കഴിഞ്ഞാൽ അതെന്തായി? GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയി. NDP അല്ലേ, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അതിൻ്റെ കൂടെ NFA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി?
NNP ആയി. NNP നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആയി. ഫാക്ടർ കോസ്റ്റ് എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസ് ആണ് ഫാക്ടർ കോസ്റ്റ്. ഫാക്ടർ കോസ്റ്റിൻ്റെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുന്നതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. കൂട്ടിയാൽ മാർക്കറ്റ് പ്രൈസും കിട്ടും. ഓക്കെ, ദെൻ മെഷേഴ്സ് ഓഫ് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന പല രീതികളാണ്. പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ഫസ്റ്റ് എന്താണ് ഇക്വേഷൻ എന്താണ്? GVA കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രോസ് വാല്യൂ ആഡഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ കുറയ്ക്കണം. ഓക്കെ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി സോൾഡ്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സോൾവ് ചെയ്തു ഇൻറ്റു ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് ചെയ്താൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ GDP കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എക്കണോമിയിലെ എല്ലാ ഫേംസിൻ്റെയും കൂടെ GVA ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ GDP കിട്ടുന്നു. ഇൻകം മെത്തേഡ് അനുസരിച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണേഴ്സിന് കിട്ടുന്ന ഫാക്ടേഴ്സ് ഓഫ് ഇൻകംസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. റെൻറ്റ് പ്ലസ് വേജസ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം മെത്തേഡ് അനുസരിച്ച് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പെൻഡിച്ചേഴ്സ് മെത്തേഡ് അനുസരിച്ച് എക്കണോമിയിലെ 4 സെക്ടേഴ്സ് ഉണ്ട്. 4 സെക്ടേഴ്സിനും വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ്. ഓക്കെ, 4 സെക്ടേഴ്സിനും വരുന്ന ഹൗസ് ഹോൾഡിന് വരുന്ന കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഫേമിന് വരുന്ന ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന് വരുന്ന ഫൈനൽ ഗവൺമെന്റ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് ഇൻകം കിട്ടുന്നു. ഓക്കെ, മണി ആൻഡ് ബാങ്കിങ് ചാപ്റ്ററിൽ നിന്ന് മണി സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് M1, M2, M3, M4. M1 എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻസി അല്ലേ? എക്കണോമിയിലെ ആളുകളുടെ കയ്യിലുള്ള കറൻസി പ്ലസ് പബ്ലിക്കിന്റെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആഡ് ചെയ്യുമ്പോൾ M1 കിട്ടുന്നു. കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആഡ് ചെയ്യുമ്പോൾ. M2 എന്ന് പറഞ്ഞാലോ M1ന്റെ കൂടെ പോസ്റ്റ് ഓഫീസിലെ സേവിങ് ഡെപ്പോസിറ്റ് കൂടി ആയിരുന്നു. കൂടി ആഡ് ചെയ്യുന്നു. M3 എന്ന് പറഞ്ഞാലോ M1ന്റെ കൂടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിലെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് കൂടെ ആഡ് ചെയ്യുന്നു M3. M4 എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M3യുടെ കൂടെ ടോട്ടൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ആഡ് ചെയ്യുന്നു. പോസ്റ്റ് ഓഫീസിലെ എല്ലാ സേവിങ്സും ആഡ് ചെയ്യുന്നു എക്സെപ്റ്റ്, പക്ഷെ ഒരു സേവിങ്സ് എടുക്കുന്നില്ല, നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് അനുസരിച്ചുള്ള സേവിങ്സ് എടുക്കുന്നില്ല. M1 എന്ന് പറഞ്ഞാൽ കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. M2 എന്ന് പറഞ്ഞാൽ M1ന്റെ കൂടെ പോസ്റ്റ് ഓഫീസ് സേവിങ് ഡെപ്പോസിറ്റ് ആഡ് ചെയ്യണം. M3 എന്ന് പറഞ്ഞാൽ M1ന്റെ കൂടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആഡ് ചെയ്യുക. M4 എന്ന് പറഞ്ഞാലോ M3യുടെ കൂടെ ടോട്ടൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് എടുക്കുക എക്സെപ്റ്റ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഒരു സിമ്പിൾ എക്കണോമിയിലെ ആഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഇക്വേഷൻ എന്താണ്? C ബാർ പ്ലസ് I ബാർ, C അല്ലെങ്കിൽ C പ്ലസ് I എന്ന് പറയാം. C ബാർ എന്ന് പറയുന്ന പകരം C പ്ലസ് I ബാർ എന്ന് പറയാം. C പ്ലസ് I എന്ന് പറഞ്ഞാലും ഓക്കെ ആണ്. ഓക്കെ, C പ്ലസ് I അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. C എന്ന് പറഞ്ഞാൽ കൺസപ്ഷൻ ഫംഗ്ഷൻ ആണ്. എന്താണ്? ഓട്ടോണമസ് കൺസപ്ഷൻ പ്ലസ് CY. I എന്ന് പറഞ്ഞാലോ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, I ബാർ ആണ് അല്ലേ. ആഗ്രിഗേറ്റ് സപ്ലൈഡ് ഇക്വേഷൻ Y ആണ്. അപ്പം ഒരു ഈക്വിലിബ്രിയം ഇൻകം 2 സെക്ടർ എക്കണോമിയിലെ ഈക്വിലിബ്രിയം ഇൻകത്തിന് ഇക്വേഷൻ ആണ് AD is equal to AS എന്ന് വരുന്നു. അതായത് C plus I is equal to Y. സിയുടെ എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ C ബാർ പ്ലസ് CY പ്ലസ് I ബാർ is equal to Y. രണ്ട് ഓട്ടോണമസ് കൺസപ്ഷനും ഉണ്ട്, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റുകളും ഉണ്ട്. അതിനെ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഒറ്റയ്ക്ക് എഴുതുന്നു. ദെൻ CY ഇൻറ്റു Y ആണ് വന്നത്. Y രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് Y മൈനസ് CY ഓർ
y ഇൻറ്റു 1 മൈനസ് സി. ഈക്വിലിബ്രിയം ഇൻകത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ബൈ 1 മൈനസ് സി എന്നെടുക്കാം. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി വേണം നമുക്ക് എന്താണ്? എം പി സി പ്ലസ് എം പി എസ് ആണ് 1. എം പി സി പ്ലസ് എം പി എസ് 1 ആണ്. എ പി സി പ്ലസ് എ പി എസ് അതും 1 ആണ്. ഇത്രയും ഇക്വേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇക്വേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക. മാക്സിമം ഉള്ള ഇക്വേഷൻസ്, വളരെ പ്രധാനപ്പെട്ട എല്ലാ ഇക്വേഷൻസും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സസ് ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഉണ്ട്, ഓരോ MCQs ഉണ്ട്, 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ ഇക്വേഷൻസ് ഉണ്ട്. എല്ലാം തന്നെ കാണുക. എല്ലാവർക്കും നല്ല മാർക്ക് എക്കണോമിക്സ് കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.